ഒന്നുമില്ലാതെ ഈ വലിയ ലോകത്തിൽ പിന്നെയും ഞാൻ ഒറ്റയ്ക്ക്. കൊച്ചിലെ ഇന്ന് അവൻ വണ്ണ് മോട്ടിച്ചു, നാളെ ഇവൻ എന്റെ പണപ്പെട്ടില്ല. എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? കൊച്ചുകുട്ടിയല്ലേ? മീനില്ലേ? ഉണ്ട്, കരിമീൻ. ഒരു കരിമീൻ ഫ്രൈ. മസാല ഉണ്ടോ? മസാല ഉണ്ട്. ഒരു മസാലയും ഒരു ഡബിൾ ഓംലെറ്റ്. കുടിക്കാൻ എന്തുണ്ട്? ചായ, കാപ്പി. ഹോർലിക്സ് അല്ലേ? ഹോർലിക്സ് ഉണ്ടല്ലോ. അപ്പൊ അത് വേണ്ട, 2 ബോൺവിറ്റ. ₹37.50. വളരെ ചീപ്പാണല്ലോ. അതെ അതെ. എത്രയായി? 38 റുപ്യായി. എന്റെ കാശില്ല. അതെന്താ? കാശില്ല. കാശില്ലാണ്ട് പിന്നെ? കാശില്ല എന്ന് പറഞ്ഞാൽ കാശില്ല. ഇനി ഉണ്ടെങ്കിലും തരാൻ മനസ്സില്ല. മനസ്സില്ലെന്നോ? മനസ്സില്ല. വിളിക്കണോ എന്റെ പോലീസിനെ? വിളിക്കാൻ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? എവിടെ വെച്ചാ? പറയടാ. എന്നെ എടാ പോടാന്നൊന്നും വിളിക്കരുത്. അയ്യോ ഇല്ലേ, സാറേന്ന് വിളിക്കാം. എവിടെ വെച്ചാണ് ആവോ സാറേ നമ്മൾ തമ്മിൽ കണ്ടത്? പറയാം. ഇതെന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. 50,000 രൂപയുടെ ടിക്കറ്റാണ് എനിക്ക് വിൽക്കാനുള്ളത്. ഒരു നശിച്ച ഫുട്ബോൾ ടൂർണമെന്റ്. ഒരു 5,000 രൂപയുടെ പേട്രൺ ടിക്കറ്റ് സാർ എടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ ഡാഡിയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിങ്ങൾ ഇതും പറഞ്ഞ് കെഞ്ചുമ്പോൾ ഞാനുണ്ടായിരുന്നു ഡാഡിയുടെ തൊട്ടടുത്ത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പോലീസ് ക്ലബിന്റെ വാർഷികത്തിനും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ കുരിശിനും കൈയയച്ച് സഹായിച്ചിരുന്ന ഒരു പാവം പണക്കാരനുണ്ടായിരുന്നു ഈ നാട്ടിൽ. തോമസ് എബ്രഹാം. ഡു യു റിമെമ്പർ ഹിം? മിസ്റ്റർ തോമസ് എബ്രഹാമിന്റെ മകൻ? മകനല്ല, വളർത്തു മകൻ. താൻ പൊയ്ക്കോളൂ. സോറി സാർ, ഞാൻ പോയില്ല. ബിഷപ്പ് സഹിക്കാഞ്ഞിട്ട് ഒരു ബന്ന് മോഷ്ടിച്ചതിന് ഒരു പാവം ചെറുക്കനെ നിങ്ങളുടെ ആൾക്കാർ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചെയ്ത കുറ്റം ഒന്ന് തന്നെയാണ്, മോഷണം. തെരുവിൽ കിടക്കുന്ന ഏതോ തെണ്ടിച്ചെറുക്കൻ, അതുപോലെയാണോ താൻ? ഒരിക്കലും അല്ല. എനിക്ക് തോമസ് എബ്രഹാമിന്റെ മേൽവിലാസം ഉണ്ടല്ലോ. ഒരു ബന്ന് കെട്ടതിന് നിങ്ങൾ അവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് കോടതി കയറ്റുമോ? ഇല്ല. ഇവിടെ തെളിയാതെ കിടക്കുന്ന ചിലർ മോഷണങ്ങൾ കൂടി ആ പാവത്തിന്റെ തലയിൽ വെച്ച് കെട്ടും. കോടതി അവനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കും. അവനേക്കാൾ വലിയ കള്ളന്മാരുടെ നടുവിലേക്ക്. ഒടുവിൽ ഒരു പെരും കള്ളനായി അവൻ പുറത്തിറങ്ങും. താൻ ഈ ഫിലോസഫി ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. മിസ്റ്റർ തോമസ് എബ്രഹാമിന്റെ കെയർ ഓഫിൽ തന്നോട് എനിക്ക് സിമ്പതിയുണ്ട്. യു ക്യാൻ ഗോ. ആ പയ്യനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. സോറി സാർ, ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അവനെ കൂടി വിടണം.